അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെയിൻ ഡ്രോപ്സ് യൂട്യൂബ് ചാനൽ. വെൽക്കം ടു റെയിൻ ഡ്രോപ്പ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്മൃതി വളവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കാറ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കാറ് കാര്യം നിർത്തിയിട്ടേക്കുവാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ പേടിയൊക്കെ വന്നിട്ട് സ്മൃതി വളയോ വന്നിട്ട് പ്രേതം വരുമെന്ന്. നമ്മുടെ ഫോണിനൊക്കെ എന്താ പറ്റുന്നു ഫ്രണ്ട്സ്? നമ്മുടെ ഫോണിനൊക്കെ എന്താ പറ്റുന്നുണ്ട് ഫ്രണ്ട്സ്? നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് ഫ്രണ്ട്സ്. എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ട്. ആട്ടോ ഫ്രണ്ട്സ് എൻ്റെ കൈ വരയ്ക്കുന്നതാണ്. നമ്മൾ സ്മൃതി വളവിൻ്റെ സുപ്രധാനമായ നിമിഷങ്ങളിലേക്കാണ് ഫ്രണ്ട്സ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. ഞാൻ ഫ്രണ്ട് ക്യാമറയായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സുമതി വളവിൻ്റെ സുപ്രധാനമായ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ ഓരോ ചുവടുകളും മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അനിയനുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 11:54 ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളൊരു 1 മണിയാകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എനിക്ക് ചെറുതായിട്ട് പേടിയാവുന്നുണ്ട് ഗൈസ്. ഫ്രണ്ട്സ്, ഇവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഫ്രണ്ട്സ്. ഞാൻ യാതൊരു 9 മണിക്ക് വന്നതാണ്. 12 മണിയായിട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. സുമതി വളവിൻ്റെ ഒരു വളവ് കഴിഞ്ഞാണ് ഫ്രണ്ട്സ് ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ വീട് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് കാണിച്ചിടാ വീട് കിടപ്പുണ്ട്. ഇത് സുമതി താമസിച്ചിരുന്ന വീടാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് ഏകദേശം പേടിയൊക്കെ ആവുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഇതാണ് വീട് സുമതിയുടെ. എനിക്കിവിടെ നിൽക്കാൻ പേടിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മേളിൽ ആ മാവിൻ്റെ ചോട്ടിൽ നിന്ന് കാണുന്ന പോസ്റ്റ് നമ്മുടെ വീട് കാണിച്ചത്. നമ്മളേതായാലും ഇപ്പം വരെ വന്നിട്ട് കാലമാണ് ശരിയല്ലോ. അപ്പോൾ അത് കാരണം 3 ആഴ്ച എമർജൻസി ലൈറ്റൊക്കെ തെളിച്ചാണ്. ഈ ഭയമുണ്ട് എനിക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ആ മേളിൽ നിന്ന് കാണുന്ന പോസ്റ്റ് എന്ന് കാണിച്ചെടുത്ത. ഇതാണ് ഫ്രണ്ട്സ് ആ സുമതി വളവിൻ്റെ മേളിൽ കാണുന്ന പോസ്റ്റ്. ഞാൻ തിരിച്ചു പോയി ഫ്രണ്ട്സ്. ഈ മാവിൻ്റെ ഇടയ്ക്ക് നിന്നാണ് നമ്മൾ ഈ റോഡിലേക്ക് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ആ പോസ്റ്റ് കൊണ്ട് ഫ്രണ്ട്സ്, ആ പോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇതാണ് ആ പോസ്റ്റ്, നമ്മുടെ ആ മാവിൻ്റെ അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡിൻ്റെ വ്യൂ. സൈഡിൽ നിന്ന് കാണിച്ചോളാം. ഇതാണോ ഫ്രണ്ട്സ് നമ്മുടെ റോഡിൻ്റെ വ്യൂ. രാത്രി 12 മണിയായാലും നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. എനിക്ക് ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. ഇത് സുമതി താമസിച്ചിരുന്ന വീടാണെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് ഇച്ചിരി അകലെ ഈ വാഴ എന്നിട്ട് സംസാരിക്കാം. എനിക്ക് പേടിയാവുന്നുണ്ട് കേസ്. അപ്പം നമ്മളാണെങ്കിൽ നമ്മളാണെങ്കിൽ കുറച്ച് ഇറങ്ങി നിന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ സ്ഥലം. അതിൻ്റെ ചേട്ടൻ ലൈറ്റ് അടിച്ചു ഫ്രണ്ട്സ്. അപ്പോൾ ഈ ലൈറ്റ് അടിക്കുന്ന ഭാഗത്താണ് നമ്മൾ ഇത്ര നേരം നിന്നത്. അപ്പോൾ ഇവിടെയാണ് സുമതി എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടിയാവുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സുമതി വളവിൻ്റെ അപ്രതീക്ഷിതമായ ഘട്ടങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ എല്ലാ യൂട്യൂബ് ചാനലിലും കാണുന്ന പോലെ ഒരു മാവിൻ്റെ ഇടയ്ക്ക് കയറിയാണ് നമ്മൾ സുമതി വളവ് നേരിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നേരിട്ട് സുമതി വളവിൻ്റെ റോഡിൽ, നമ്മൾ നടു റോഡിൽ നിൽക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ നമ്മുടെ ഫ്രണ്ട് കാണണം ആ ഭാഗത്താണ് ഫ്രണ്ട്സ് നമ്മുടെ സുമതി വളവ്. പാടാ നമുക്ക് അങ്ങോട്ട് പോയേക്കാം.